ശ്രീജിത്ത് പണിക്കർ, ഈ കാണുന്ന കോലാഹലത്തെ രണ്ട് കാര്യങ്ങളിലേക്ക് ഒന്ന് ഉറപ്പിക്കാമെന്നാണ് തോന്നുന്നത്. ഒന്ന്, സ്വർണ്ണ കവർച്ച, അതുപോലുള്ള അഴിമതി, ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. അപ്പോൾ ഈ സമസ്തയെ ഉൾപ്പെടെ ഇതുപോലെ ചില സംഘടനകളെയൊക്കെ കൂടെ നിർത്തേണ്ടതിന് വലിയൊരു അനിവാര്യതയുണ്ട്. അപ്പോൾ ഇത് ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ട ഒരു വിവാദമാണ് എന്നാണ് ഇതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ പുറത്തു വരുന്നത്. അത് ഡിബേറ്റബിൾ ആണ്, വേണമെങ്കിൽ അങ്ങനെ കരുതാം. പക്ഷേ ഒരു അതിനുള്ള ബലം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ തന്നെ ഇത് കേന്ദ്രത്തിനോട് നമ്മൾ തത്വത്തിൽ ധാരണയായിരുന്നതാണ്, ഇവിടെ ഈ ഒരു പദ്ധതി നടപ്പാക്കും എന്ന്. എന്നാൽ അതിനെതിരെ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം എന്നത്, അങ്ങനെയുള്ള ഒരു തീരുമാനം പോലും അന്ന് രഹസ്യമായിട്ട് എടുത്തിരുന്നു, മറ്റുള്ള പല ആൾക്കാരെയും അറിയിച്ചില്ല, രഹസ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു ഗുണം, സർക്കാർ അറിയാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പോയി ഒപ്പിട്ടതാണ് എന്ന് പറഞ്ഞില്ല. നമുക്കറിയാം, ഇവിടെ ആഴക്കടൽ മത്സ്യബന്ധനം EMCC കരാറൊക്കെ സർക്കാർ തന്നെ പറഞ്ഞിട്ട് നമ്മുടെ N പ്രശാന്ത് IAS ഒരു കരാറിൽ ഒപ്പിടുന്ന സമയത്ത് അവസാനം അത് വിവാദമാകുന്ന സമയത്ത് സർക്കാരോ മന്ത്രിയോ വകുപ്പോ ഒന്നും അറിയാതെ ഇദ്ദേഹം വ്യക്തിപരമായിട്ട് പോയി കരാറിൽ ഒപ്പിട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യക്തിയെ ഹത്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചതാണ്. എന്നാലും അതുണ്ടായില്ല. കാരണം ഇവിടെ ഉണ്ടായിരുന്ന പല ഡോക്യുമെന്റുകളും പുറത്തു വന്നു. ആൾക്കാരൊക്കെ ചർച്ചയ്ക്ക് വേണ്ടി പോയിരുന്നതിന്റെ കാരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ പുറത്തു വന്നതാണ്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പക്ഷേ CPM ഇതെല്ലാം പറയുന്ന സമയത്ത് തന്നെ ഇത് വിദ്യാർത്ഥികൾക്ക് നല്ലതാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ ആഭ്യന്തരമായിട്ട് ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാലും ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡിയോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എത്ര നല്ല പദ്ധതിയാണെങ്കിലും അത് നടപ്പാക്കാനായിട്ട് അവർ തയ്യാറാവില്ല. കാരണം അത് കൊണ്ടുവന്നിരിക്കുന്നത് മറ്റൊരാളാണ്. നമ്മൾ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ PM ശ്രീ പദ്ധതിയെ എതിർക്കുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി അടക്കം എല്ലാ മന്ത്രിമാരും പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ PM ശ്രീ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യവും അതിൽ പറയാതെ തന്നെ അതിന് എത്രയോ നാൾ മുമ്പ് തന്നെ കേരളം നടപ്പാക്കി എന്നാ പറഞ്ഞത്. ഇപ്പൊ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ കാര്യത്തിലാണെങ്കിലും ഡിജിറ്റലൈസേഷൻ ആണെങ്കിലും ഇങ്ങനെ എത്രയോ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് പണ്ടേ നടപ്പാക്കിയതാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് പുതുതായിട്ടൊന്നും നടപ്പാക്കാനില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്ന് വെച്ചാൽ PM ശ്രീ പദ്ധതി എന്നത് നല്ലതാണ് എന്നും അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് യോഗ്യമാണ് എന്നും അതുകൊണ്ട് അതിനെ എതിർക്കേണ്ടതില്ല എന്നും തന്നെയാണ്. അപ്പൊ അവർ പറഞ്ഞിരുന്നത്, ഞങ്ങൾ മുമ്പേ പറക്കുന്ന പക്ഷികളാണ്, അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തു എന്നാണ്. അതല്ലാതെ ഈ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് മോശമാണ് എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നതാണ്, ഇത് മാതൃകാ സ്കൂളുകൾ എന്ന നിലയ്ക്ക് ഓരോ ഡിവിഷണൽ ക്ലസ്റ്ററിൽ നിന്ന് കുറച്ച് സ്കൂളുകളെ മാത്രം ഐഡന്റിഫൈ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഞങ്ങളിത് കേരളത്തിലെ 40,000-45,000 സ്കൂളുകളിൽ ഇംപ്ലിമെന്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അപ്പോഴും ഈ പദ്ധതിയെ എതിർക്കുന്നതിനുള്ള ഒരു കാരണമല്ല, മറിച്ച് ഞങ്ങൾ ഇതേ കാര്യങ്ങൾ തന്നെ നേരത്തെ തന്നെ നടപ്പാക്കി എന്നുള്ളതാണ്. അപ്പൊ സത്യത്തിൽ ഇവർ എന്ത് കാര്യങ്ങളാണ് നിഷേധിക്കാനായിട്ട് ശ്രമിക്കുന്നത്? നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് അവർക്ക് ലഭിക്കേണ്ടുന്ന ആധുനികമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അവർക്ക് വേണ്ടുന്ന റിസോഴ്സസ്, അതിന് വേണ്ടുന്ന പണം, നമ്മുടെ കയ്യിലില്ലാത്തത് പണമാണ്, ആദർശം മാത്രമാണ് കയ്യിലുള്ളത് എന്നതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ പ്രകൃതി സൗഹൃദമായിട്ടുള്ള വിദ്യാലയങ്ങൾ, ഇപ്പോൾ സൗരോർജ്ജത്തിനെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ LED ലൈറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുന്ന, സ്കൂളുകളിൽ ഉണ്ടാകുന്ന വേസ്റ്റ് അവർക്ക് തന്നെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള സംവിധാനങ്ങൾ, മഴക്കുഴികൾ പോലെ വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ. ഒപ്പം കുട്ടികൾ ഓരോരുത്തരും ഈ പഠിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് സ്കിൽ ഡെവലപ്മെന്റ്, നൈപുണ്യ വികസനം. ആ നൈപുണ്യ വികസനം എന്ന് പറയുന്നത് പാഠ്യപദ്ധതിയിൽ ഇന്റഗ്രേറ്റഡ് ആണ്. അങ്ങനെയുള്ള ലേണർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പെഡഗോജിക്കൽ സിസ്റ്റമാണ്. അതായത് അധ്യാപകനല്ല, സിലബസിനല്ല പ്രാമുഖ്യം, പഠിക്കുന്ന കുട്ടിക്കാണ്, വിദ്യാർത്ഥിക്കാണ്. അപ്പൊ വിദ്യാർത്ഥിക്ക് എന്താണ് വേണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വ്യക്തിവികാസത്തിനെ, അവരുടെ സ്കിൽസിന്റെ വികാസത്തിനെ, വൊക്കേഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് കൂടി കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പാഠ്യക്രമം കൊണ്ടുവരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം അതിലെ 40% ഫണ്ട് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് അടിക്കാൻ പോകേണ്ടതിന് പകരം ഈ പദ്ധതി അനാവശ്യമായിട്ടുള്ള ഒരു വിവാദമാക്കി മാറ്റി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ 3 ലാംഗ്വേജ് പോളിസി എന്ന് പറയുന്നത് നമ്മൾ എത്രയോ കാലം മുതൽ, ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ലേറ്റ് 1980s അന്ന് മുതൽ തന്നെ ഇന്ന് വരെയും നമ്മുടെ നാട്ടിൽ മാറ്റമില്ലാതെ ഈ 3 ഭാഷകൾ നമ്മൾ പഠിക്കുന്നില്ലേ? നമുക്ക് എന്തെങ്കിലും ഹിന്ദി പഠിച്ചതുകൊണ്ടോ മലയാളം പഠിച്ചതുകൊണ്ടോ ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ടോ എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ മകളൊക്കെ ഇന്ന് പഠിക്കുന്ന സമയത്ത് ഫ്രഞ്ച് വേണമെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അഡീഷണൽ ഓപ്ഷനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന പല കാര്യത്തിനെയും BJP സർക്കാർ കൊണ്ടുവന്നു, അത് നടപ്പാക്കി കഴിഞ്ഞാൽ എന്തോ ലോകം ഇടിഞ്ഞു വീഴും എന്നൊക്കെ പറയുന്ന രീതിയിലത്തേക്ക് കൊണ്ടുവന്ന് അനാവശ്യമായിട്ടുള്ള വിവാദം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാനങ്ങളിൽ പോലും അത്തരം വാദഗതികളൊന്നും ഉയരുന്നില്ല.